ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1000 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, LD ക്ലർക്ക് പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള 1000 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. ഇതിൽ പൊതുവിജ്ഞാനത്തിലെ വിവിധ മേഖലകൾ തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, SCERT പാഠഭാഗത്ത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ പ്രസ്താവന ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങൾ, ഇവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 5 ടോപ്പിക്കുകൾ നമ്മൾ പിന്നിട്ടു. ഭരണഘടന, ദുരന്ത നിവാരണം, അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം, പൊതുജനാരോഗ്യം, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കല, സാഹിത്യം, ശാസ്ത്രം, ഈ മേഖലകളൊക്കെ ചർച്ച ചെയ്തു. ഇതിപ്പോൾ 6ാമത്തെ ടോപ്പിക്കാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്. LD ക്ലർക്ക്, LGS പരീക്ഷകളിലും അതുപോലെ ഇപ്പോൾ വരാൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷകളിലും ഒക്കെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്ക്. ഇതിലെ കുറേയേറെ ചോദ്യങ്ങൾ നമ്മളൊരു 5 ദിവസം 6 ദിവസത്തെ ക്ലാസ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ചോദ്യം സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. അനുബന്ധ വസ്തുത: 1905 ഒക്ടോബർ 16 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. വിഭജനം കൊണ്ടുണ്ടായ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ തുടർന്ന് പശ്ചിമ പൂർവ്വ ബംഗാളുകൾ 1911 വീണ്ടും ഒരുമിച്ചു. ഈ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞാൽ, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയതും കഴ്സണാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ പൊതു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 1921 ഡിസംബർ 23 ഈ സർവകലാശാല പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ. രാജ്യാന്തര സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിശ്വഭാരതി സർവകലാശാലയിലൂടെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ടാഗോർ ലക്ഷ്യമിട്ടത്. അടുത്ത ചോദ്യവും നമുക്കറിയാം. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 34ാം റെജിമെൻറ്റിൽ ശിപ്പായി ആയിരുന്നു മംഗൾ പാണ്ഡെ. 1849 22ാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5ാം കമ്പനിയിലാണ് മംഗൾ പാണ്ഡെ ശിപ്പായിയായി പ്രവേശിച്ചത്. സാധാരണ ഒരു ശിപ്പായിയായിരുന്ന മംഗൾ പാണ്ഡെ പിൽക്കാലത്ത് ശിപ്പായി ലഹള എന്നറിയപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ അറിയപ്പെട്ടു. 1857 നടന്ന ഈ ലഹള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങളിൽ മംഗൾ പാണ്ഡെ പ്രതിഷേധിച്ചതാണ് ഈ സമരത്തിൻ്റെ മൂല കാരണം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്.
ദില്ലി ചലോ എന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ്. നേതാജി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. തുടർച്ചയായി 2 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ കാതേ ഹാളിൽ വെച്ച് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. തൊട്ടടുത്ത ദിവസം ജൂലൈ 5 ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ച വിവരം നേതാജി ലോകത്തെ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യം രൂപം നൽകിയ ത്രിവർണ പതാകകളിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം 8. സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ 8 താമരകളും ഒരു അർദ്ധചന്ദ്രനുമായിരുന്നു. 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ് പ്രതിനിധീകരിച്ചത്. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഏറ്റവും താഴെയുള്ള ഖണ്ഡത്തിൽ സൂര്യൻ്റെ ചിത്രത്തോടൊപ്പം ചന്ദ്രക്കലയും നടുവിൽ ദേവനാഗരി ലിപിയിൽ വന്ദേ മാതരം എന്നും ഏറ്റവും മുകൾ ഭാഗത്തെ ഖണ്ഡത്തിൽ പാതി വിടർന്ന 8 താമരപ്പൂക്കളും ആദ്യ ത്രിവർണ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന സംഗതികളാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. 1917 പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 1918 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഗുജറാത്തിലെ തുണിമില്ലുടമകളും തൊഴിലാളികളും തമ്മിലുണ്ടായ തർക്കം. അതാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിന് കാരണം. മില്ലുടമകൾ പ്ലേഗ് ബോണസ് പിൻവലിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ തൊഴിലാളികൾ 50% ശമ്പള വർധന ആവശ്യപ്പെട്ടതാണ് സമരത്തിന് കാരണമായത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനയ്ക്ക് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയ് വഹിച്ച പങ്ക്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി പ്രവർത്തിച്ചു. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തു. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. രാഷ്ട്രത്തിൻ്റെ ഐക്യം സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമാക്കി സ്ത്രീകളുടെ പദവി ഉയർത്താനായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടത്തിയ അവസാനത്തെ ബഹുജന മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓഗസ്റ്റ് വിപ്ലവം എന്നും ഇതിന് പേരുണ്ട്. 1942 മാർച്ച് 1 ഗാന്ധിജി ഹരിജൻ വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 1942 ജൂലൈ 6 മുതൽ 14 വരെ വാർധയിൽ യോഗം ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ബഹുജന പ്രക്ഷോഭം ആരംഭിക്കേണ്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പ്രമേയം അംഗീകരിച്ചു. അതനുസരിച്ച് 1942 ഓഗസ്റ്റ് 7, 8 തീയതികളിൽ ബോംബെയിൽ മലബാർ ഹില്ലിൽ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഈ യോഗത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങി. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1929
ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായിരിക്കെ ലാഹോറിൽ ചേർന്ന സമ്മേളനം കോൺഗ്രസ് ചരിത്രത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലാണ്. ഇതിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും പഴയതും വലുതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ബ്രിട്ടീഷ് ഭരണകാലത്ത് അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ എ.ഒ. ഹ്യൂം, ദാദാഭായി നവറോജി, ഡിൻഷൗ എതുൽജി വാച്ച എന്നിവർ ചേർന്നാണ് കോൺഗ്രസ്സിന് രൂപം നൽകിയത്. നമ്മൾ പഠിച്ചിട്ടുള്ള പേരുകൾ W.C. ബാനർജി, എ.ഒ. ഹ്യൂം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായ സ്ഥലം മീററ്റ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ. ഇന്ന് ഉത്തർപ്രദേശിലാണ് മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതും ഈ സമരത്തെയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കുറച്ച് ഫാക്റ്റുകളും പോയിൻറ്റുകളും SCERT പാഠഭാഗത്തിലെ ചില പ്രധാന വസ്തുതകളും ഒക്കെയാണ് ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.